ഇപ്പം ശരത്തേട്ടൻ ഇപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്തപ്പം എല്ലാം പഞ്ചഭൂതത്തിൽ നിർമ്മിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പുറത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതും ബാക്കി കാണുന്ന എല്ലാ സാധനങ്ങളും. അപ്പം ഇതൊന്നും പുറത്തുള്ളത് മാത്രമാണോ അതോ നമ്മളും ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു എലമെൻറ്റും കൂടെയാണോ മനുഷ്യരെന്ന് പറയുന്നത്? 100% ആണല്ലോ. പ്രകൃതിയിൽ നിന്ന് നമുക്ക് വേറിട്ട എക്സിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ. നമ്മളും പ്രകൃതിയിൽ നിന്ന്, ഞാനിപ്പോൾ പ്രഭാഷണങ്ങളൊക്കെ സ്ഥിരം തമാശയ്ക്ക് പറയണം, ഞാനും എൻ്റെ മൂക്കും കൂടെ കല്യാണത്തിന് പോകുന്ന ആരെങ്കിലും പറയാറുണ്ടോ? അതുമാതിരിയാണ് പ്രകൃതിയും മനുഷ്യനും എന്ന് പറയുന്നത് ഒരു വിഡ്ഢിത്തരാണ്. ഒബ്വിയസ്ലി വി ആർ ഓൾ മെയ്ഡ് ഓഫ് ദ സെയിം തിങ്. നമ്മളെന്തോ വേറിട്ട ഒരു വ്യക്തികളാണെന്നുള്ള മണ്ടത്തരാണ് ചിന്തിക്കുന്നത്. നമ്മളും ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ശബരി പൂജയുടെ കാര്യത്തിൽ നമ്മൾ സമർപ്പിക്കുന്നത് ഈ 5 ഭൂതങ്ങളെയാണ്. ഭൂതങ്ങൾ സാധാരണ പറഞ്ഞ ക്രമത്തിലല്ല എന്നുള്ളൂ. ഒരു ശരാശരി മനുഷ്യൻ ജീവിതത്തിൽ അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് പറയണമെന്നുള്ളൂ. അതുകൊണ്ട് ആദ്യം കുളിക്കുന്നു, പിന്നെ കുറി തൊടുന്നു, പിന്നെ അതിന് ശേഷം പുഷ്പം നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മൾ ധൂപദീപാദികളൊക്കെ ചെയ്ത് അത് നേദ്യം കഴിപ്പിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യിക്കുന്നത്. അപ്പോൾ അവിടെ വരണ ക്രമം, ഒരു ക്രമം മാറേണ്ടത് മാത്രം. ആ ഓഫറിങ്ങിൻ്റെ ജലം വരും, പൃഥ്വി വരും, അതിനുശേഷം ആകാശം വരും, ആകാശശേഷം വായു വരും, വായുവിന് ശേഷം അഗ്നി വരും, അഗ്നിക്ക് ശേഷം 5 ചേർന്ന നേദ്യം വരും. ഇതാണ് പഞ്ചോപചാര പൂജകളിൽ വരുന്ന ഒരു ക്രമം വരുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്നുള്ളതിൻ്റെ ഒരു റെഗുലർ അക്നോളജ്മെൻ്റാണത്. നമ്മൾ അക്നോളജ് ചെയ്യണം. ഈശ്വരൻ്റെ അടുത്ത് പറയണത് എന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്, ഇതന്നെയാണ് എനിക്ക് സമർപ്പിക്കാനുള്ളത് എന്ന് പറയുകയാണ്. ഇതെല്ലാം ആക്ച്വൽ ഫാക്ട്സ് ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും. അപ്പം ശരിക്കും അപ്പോൾ ഇത് നമ്മൾ സ്കൂളിംഗ് തൊട്ട് നമുക്ക് ഈ ഫിസിക്സ്, കെമിസ്ട്രിയും ബയോളജിയൊക്കെ പഠിക്കുന്ന പോലെ പഞ്ചഭൂതം ഒരു ടോപ്പിക് ആക്കേണ്ടതല്ലേ? പഠിക്കാനുള്ളൊരു ടോപ്പിക് ആക്കിയാൽ നല്ലതാണ്. ആക്കി കഴിഞ്ഞാൽ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ ഒരു വലിയ അളവോളം കഴിയും. നമ്മൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയം എന്താ വെച്ചാൽ, ഇങ്ങനതും പല പ്രഭാഷണങ്ങളിൽ പറയാറുള്ള മാതിരി, നമ്മളൊരു മൊബൈൽ ഫോൺ മേടിച്ചാൽ, ഒരു മിക്സി മേടിച്ചാൽ, ഒരു ടി വി മേടിച്ചാൽ നമ്മളതിൻ്റെ യൂസർ മാനുവൽ വൃത്തിയായിട്ട് വായിച്ചു നോക്കും. എന്നിട്ടാണ് അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുക. അവനവൻ്റെ യൂസർ മാനുവൽ ആരും വായിച്ചു നോക്കാറില്ല. നമ്മുടെ യൂസർ മാനുവൽ കിടക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളിലാണ്. ഈ പഞ്ചഭൂതങ്ങളുടെ ഏറ്റിറക്കങ്ങൾ അനുസരിച്ചിട്ടാണ് ഒരാളുടെ ബിഹേവിയർ, മനസ്സ്, ശരീരത്തിൻ്റെ ആരോഗ്യം ഇതൊക്കെ നിൽക്കുന്നത്. ഈവൺ ആധ്യാത്മികതയെ പോലും നമ്മൾ പറയില്ലേ, എനിക്ക് ധ്യാനം ഉറയ്ക്കുന്നില്ല എന്നൊക്കെ പറയും ചിലർ, അല്ലെങ്കിൽ ജപിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഇംബാലൻസ് ആയിരിക്കും. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻ്റാണ്. അതിനെ കറക്റ്റ് ചെയ്താൽ അവിടെ ശരിയാവുക. ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ചില എലമെൻറ്റുകൾക്ക് ഇംബാലൻസ് വരും. ഇപ്പോൾ നമ്മൾ ഹെവി ബോഡി എക്സസൈസ് ചെയ്യണു, അല്ലെങ്കിൽ കടുത്ത ചൂടിൽ ഇറങ്ങി നിൽക്കണു, വാട്ടറിൻ്റെ എലമെൻറ്റിന് ഇംബാലൻസ് വരും. അഗ്നിയുടെ പ്രഭാവമാണ് പുറത്തെ ചൂട്. അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചൂട് കൂടി, എക്സസൈസ് നമ്മൾ ചൂടില്ലേ, അതിൽ നമ്മൾ വേർത്തൊഴുകണം, അഗ്നി ഉൽപ്പാദനമാണ്. അപ്പോൾ വെള്ളം നഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ വെള്ളത്തിനെ ബാലൻസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കണം. അപ്പോൾ വെള്ളം കുടിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഈ കാഴ്ചപ്പാടിൽ കാണാൻ അറിയുന്നില്ല. മനസ്സിലും ഇതാ സംഭവിക്കുന്നത്. നമ്മുടെ മനസ്സ് എരിയണു, വിഷമം കാരണം, അഗ്നിയാണത്. അതുകൊണ്ടാണ് ഭട്ടതിരി പറഞ്ഞ ഹൃത്വാ നിശേഷ താപാൽ യോഗീന്ദ്രാണാം സ്വതങ്കേഷ്വധികസു മധുരം മുക്തിപാജാന്യവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിശലയം നാഥാദേവാദമൂലം നിത്യം ചിത്തസ്ഥിതം. നീ എന്നും എൻ്റെ ഹൃദയത്തിലിരുന്നുകൊണ്ട് പവനപുരവതേ കൃഷ്ണാകാരുണ്യസുന്ദ ഹൃത്വാ നിശേഷതാപാൽ, എൻ്റെ അകത്തുള്ള സകല ചൂടും നീ തണുപ്പിച്ച് കളയണം, നശിപ്പിച്ച് കളയണം. എങ്ങനെ? പരമാനന്ദ സന്തോഷലക്ഷ്മിയെ കൊണ്ട്. സദാ ബ്രഹ്മാനന്ദാകണ അവസ്ഥ കൊണ്ട് എൻ്റെ മനസ്സ് തണുപ്പിച്ച് തരണേന്നാണ് പറയുന്നത്. അപ്പോൾ തീ, നമ്മൾ പറയും എൻ്റെ നെഞ്ചിൽ തീയാണെന്ന് പറയും, അല്ലേ? അപ്പോൾ ഈ എലമെൻ്റ് അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സ് ഇളകിക്കൊണ്ടിരുന്ന, ചലിച്ചുകൊണ്ടിരുന്ന വായുവാണ്. മനസ്സിൻ്റെ അടക്കം വായുകോപമാണ്. ശരീരത്തിൽ വായു കോപിച്ചാൽ വാത, മനസ്സിൽ വായു കോപിച്ചാൽ മനോരോഗ. ഭട്ടതിരിക്ക് മനോരോഗമായിരുന്നു എന്നാണ് പൂമുള്ളി തമ്പുരാൻ പറയാറ്. ഭട്ടതിരി ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ലായിരുന്നു, അടങ്ങിയിരുന്നിട്ടുമില്ല ജീവിതം മുഴുവൻ. യഥാർത്ഥ ഭട്ടതിരിയുടെ രോഗം എന്ന് പറയുന്നത് മനസ്സിനായിരുന്നു എന്ന് പൂമുള്ളി തമ്പുരാൻ പറയും, 6-ാം തമ്പുരാൻ. അത് സത്യമാണ്. കാരണം an unstable mind is equal to an imbalanced വായുതത്വ. അതാണ് അവിടെ സംഭവിക്കുന്നത്. ശരീരത്തിലാണ് സംഭവിക്കണമെങ്കിൽ പാതമായി. അഗ്നിക്കാണ് പ്രശ്നം വരണമെന്നുണ്ടെങ്കിൽ അഗ്നിമാന്ദ്യം എന്നാണ് പറയുക ദഹനക്കേടിനെ ആയുർവേദം.
കാരണം അഗ്നി 3 തരത്തിലാണ് പ്രവർത്തിക്കുന്നത് ശരീരത്തിൽ. ഭക്ഷണം ദഹിപ്പിക്കുന്ന ജഠരാഗ്നി, ലൈംഗികമായിട്ടുള്ള ചോദനകളുടെ കാമാഗ്നി, അതിന് ഗാർഹപത്യാഗ്നി എന്ന് പറയും. അത് കഴിഞ്ഞ് അവസാനം ശരീരത്തിനെ നശിപ്പിക്കുന്ന ദക്ഷിണാഗ്നി. മരിക്കുമ്പോൾ നമ്മൾ വെക്കണതും അതിലാണ്. വാർദ്ധക്യം ഒരുതരം അഗ്നിക്രിയയാണ്. കാരണം നമ്മൾ ഡീജനറേറ്റ് ആവണം, ട്രാൻസ്ഫോർമേഷൻ. അഗ്നി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിന്തയാകണ അഗ്നി വർദ്ധിച്ചാൽ ശരീരത്തിൽ വാർദ്ധക്യമാകണ അഗ്നി വേഗം വരും. ഓവർ ചിന്തകൾ വന്നാൽ അയാൾ പറയില്ല, ആലോചിച്ച് ആദ്യം എടുത്തിട്ട് ഇങ്ങനെയായതാണ് എന്ന് പറയും. ജലതത്വം ഒരുപാടായാലോ ആവശ്യത്തിൽ കൂടുതൽ ബ്ലോട്ടഡ് ആവും. ജലതത്വം ഒട്ടും ഇല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആവും അല്ലേ? ആകാശതത്വം വർദ്ധിച്ചാൽ വിശാല മനസ്ഥിതി ഉണ്ടാവും. ആകാശതത്വം കുറഞ്ഞു കഴിഞ്ഞാൽ സങ്കുചിത മനസ്ഥിതിയാവും. കേരളത്തിലൊക്കെ ഇപ്പോൾ ആകാശതത്വം ഒട്ടുമില്ല, പറച്ചിലേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ കൺസ്ട്രക്റ്റഡ് സെറ്റപ്പിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണത്. പിന്നെ അതേമാതിരി തന്നെ പൃഥ്വി തത്വത്തിൻ്റെ ഇംബാലൻസുകൾ വരുമ്പോൾ നമുക്ക് ശരീരം തന്നെ ഭാരമായി തോന്നും. ഈ ബോഡി ക്യാരി ചെയ്യാൻ തന്നെ, അത് തടിച്ചോ മെലിഞ്ഞോ, മനസ്സിൽ ജഡത്വം വർദ്ധിക്കും. കാരണം പൃഥ്വിക്ക് ഇനേർഷ്യ കൂടുതലാണ്. അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇനേർഷ്യ. ഇന്നെ ഒരു നെഗറ്റീവ് സെൻസിൽ വരുമ്പോൾ അത് ഇനേർഷ്യ വരും. എന്നാൽ പോഷണമാണ് താനും, അതില്ലെങ്കിൽ നമുക്ക് ശരീരമില്ല. അപ്പോൾ ഇനേർഷ്യ വർദ്ധിക്കും, തമോ ഗുണം വർദ്ധിച്ചു വരും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഈ 5 ഭൂതങ്ങളും 3 ഗുണങ്ങളും സത്വരജസ് തമോ ഗുണങ്ങളും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ എൻറ്റയർ കളി കളിപ്പിക്കുന്നത്, മെൻ്റൽ മേക്കപ്പ്. ആ 3 ഇപ്പോൾ ചോദിക്കുകയാണ്, അത് വേറൊരു ഏരിയയാണ്. ഭഗവാൻ അതിൻ്റെ എക്സ്പെർട്ടായിരുന്നു കൃഷ്ണൻ. ഗീതയിൽ ഇങ്ങനെ ത്രിഗുണ സിദ്ധാന്തത്തിനെ, മനസ്സിൻ്റെ ഘടനയെ മനസ്സിലാക്കാൻ ഉപയോഗിച്ച വേറൊരു സൈക്കോളജിസ്റ്റ് ഇല്ല. ഈ 3 ഗുണങ്ങളിലും ഈ 5 ഭൂതങ്ങളുടെയും ബിഹേവിയർ, അതിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് അനുസരിച്ചിട്ടാണ്, കൂട്ടിച്ചേർക്കലും കുറയ്ക്കലും അനുസരിച്ചിട്ടാണ് നമ്മുടെ എൻറ്റയർ മനുഷ്യൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബിഹേവിയറുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇത്. അതുകൊണ്ട് ഇത് പഠിപ്പിക്കണം. സെൽഫ് അവെയർനെസ് കുട്ടികൾക്കില്ല. ഞാനിപ്പോഴും പ്രഭാഷണങ്ങൾ പറയുകയാണ് ഒരു കാര്യം, കുഞ്ഞുങ്ങളെ നാമം ജപിക്കാനും ഒരു ദൈവത്തെ പേടിക്കാനും പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം വേണ്ട അവരവരെ ഒബ്സർവ് ചെയ്യാനാണ് പഠിപ്പിക്കേണ്ടത്. സാക്ഷിഭാവം വളർത്തുക. നമ്മൾ കരച്ചിലായിരിക്കണമെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിലും നമ്മൾ സന്തോഷിക്കുകയാണെങ്കിലും ഒരാൾ മാറി നിന്ന് നമ്മളെ നോക്കണം. നമ്മൾ എന്തിനിങ്ങനെ കരയണേ, എന്തിനിങ്ങനെ സന്തോഷിക്കണേ, അല്ലെങ്കിൽ എന്തിനിങ്ങനെ എപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നമ്മളാണ് വേണ്ടത്, വേറൊരാളല്ല വേണ്ടത്, വേറൊരു വിശ്വാസമല്ല വേണ്ടത്. ഇത് വളർത്തണമെങ്കിൽ അവനവനെക്കുറിച്ച് നന്നായിട്ട് അറിയണം, അവനവൻ്റെ മെയ്ക്ക് എന്താണെന്ന് അറിയണം. ആ മെയ്ക്ക് അറിയാനാണ് പഞ്ചഭൂതങ്ങളെ പഠിക്കേണ്ടത്. ആ മെയ്ക്ക് അറിയാനാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിപ്പിക്കേണ്ടതാണ്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി പഠിപ്പിക്കണില്ലല്ലോ. അതെ, പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ഉണ്ടാവില്ല. അതെ, എല്ലാവർക്കും അറിയാവുന്നൊരു ഇതായിരിക്കും, ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. ശരത്തേട്ടാ, ഇപ്പോൾ പറഞ്ഞ ഈ 5 എലമെൻറ്റുകൾ, ഇതെല്ലാം ഒരു ഭൗതിക വസ്തുക്കളാണോ അതോ ഗുണങ്ങളാണോ? നമുക്ക് എങ്ങനെ അതിന് പറയാൻ പറ്റും? ഗുണം എന്നുള്ളതിനേക്കാളും, ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി സത്വം രജസ് തമസ് എന്ന് പറയുന്ന ഗുണങ്ങൾ, അതിനെക്കാട്ടിലും കൂടുതൽ അതിൻ്റെ ബിഹേവിയറാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. സന്യാസിമാർ എങ്ങനെയാണ് ഈ ലോകം വർക്ക് ചെയ്യണം, പെരുമാറുന്നതെന്നാണ് നോക്കിയത്. ആ പെരുമാറ്റമാണത്. ആ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞ 5 അതിന് ഗുണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഗുണം മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഗുണവും ഈ പെരുമാറ്റവും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ്, ഈ തത്വവും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവണം, അതിൻ്റെ ഇൻ ഓൾ ഇറ്റ്സ് ഗ്ലോറി സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുണം ചോറൊരു പ്രോപ്പർട്ടി അല്ലേ. അതെ, എന്ന് വെച്ച് പ്രോപ്പർട്ടികളുണ്ട്. ഈ ഭൂതങ്ങൾക്ക് പ്രോപ്പർട്ടികളുണ്ട്. ആകാശത്തിന് ശബ്ദം, പൃഥ്വിക്ക് മറ്റേ എന്താ പറയുക, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മാറി പറഞ്ഞു, ചെറിയൊരു സംശയമുണ്ട്. പൃഥ്വിക്ക് ഗന്ധവും വായുവിന് സ്പർശമാണേ പറഞ്ഞ തോന്നും. തുടക്കത്തിൽ പറഞ്ഞപ്പോൾ വായുവിന് സ്പർശമാണ് വരുന്നത്. പിന്നെ ഇതും
ജലം രസം ടേസ്റ്റ് വരും, അഗ്നിക്ക് രൂപം വരും. അപ്പം അതിൻ്റെ ഗുണങ്ങളാണത്. പക്ഷെ പഞ്ചഭൂതങ്ങൾ ഗുണമല്ല. പഞ്ചഭൂതങ്ങളെന്ന് പറഞ്ഞത് അടിസ്ഥാന പ്രിൻസിപ്പിൾസാണ്, നോട്ട് പ്രോപ്പർട്ടീസ്. ആ വ്യത്യാസമുണ്ട്. പ്രോപ്പർട്ടികളല്ല, അതിൻ്റെ പ്രോപ്പർട്ടി. ആകാശത്തിൻ്റെ പ്രോപ്പർട്ടി ശബ്ദമാണ്, മനസ്സിലായില്ലേ? വായുവിൻ്റെ പ്രോപ്പർട്ടി ടച്ചാണ്, പൃഥ്വിയുടെ പ്രോപ്പർട്ടി സ്മെല്ലാണ്, ഗന്ധാണ്, എന്താ പറയുക, ജലത്തിൻ്റെ പ്രോപ്പർട്ടി ടേസ്റ്റാണ്, രസമാണ്, അഗ്നിയുടെ പ്രോപ്പർട്ടി ഫോമാണ്, രൂപമാണ്. അപ്പോൾ അതാണ് ഗുണങ്ങൾ. അതാണ് ഈ പഞ്ചതന്മാത്രകൾ എന്ന് പറഞ്ഞത്. ആ വ്യത്യാസം മനസ്സിലാക്കിയത്. ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം പുരുഷ സൂക്തം ബേസ്ഡ് ആണ് ഇതിനകത്തുള്ളത്. പഞ്ചഭൂതം ഇസ് ദ പീരിയോഡിക് ടേബിൾ ഫോർ ദാറ്റ് എന്ന് പറയും. ആണ്. കാരണം പുരുഷ സൂക്തത്തിൻ്റെ അകത്ത് കൃത്യമായിട്ട് വരുന്നുണ്ട്, എല്ലാം സംഭവങ്ങളും കൃത്യമായിട്ട് വരുന്നുണ്ട്. പുരുഷ സൂക്തം എന്ന് പറയുന്നത് എന്താ? പ്രപഞ്ച ശരീരമായിട്ട് നിൽക്കുന്ന വിരാൾ പുരുഷൻ്റെ ശരീരവർണ്ണനയാണത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ നേരത്തെ നമ്മുടെ ശരീരത്തിൽ പഞ്ചഭൂതങ്ങളെ പറഞ്ഞ പോലെ ഭഗവാന്റെ അസ്ഥികൾ, രക്തം, മജ്ജ, മാംസം തുടങ്ങിയിട്ടുള്ള സകല വസ്തുക്കളെയും പഞ്ചഭൂതങ്ങളുമായിട്ട് ഘടിപ്പിക്കണ പോലെ തന്നെയുള്ളൊരു വിദ്യയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു കോസ്മിക് സ്കെയിലിൽ പറഞ്ഞിരിക്കണമെന്നുള്ള 1000 തല. എന്നാൽ ആ ആൾ തന്നെയാണ് നമ്മുടെ ആത്മാവിനും 1000 ശിരസ്സാണ്. 1000 ശിരസ്സാണ് ആത്മാവിനെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ 1000 ഫാക്കൽറ്റി, 1000 ഫേസറ്റ്സ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെ ഒന്നിലേക്ക് ഒതുക്കാൻ പറ്റില്ല, അതിന് കൊടുക്കുന്ന ഒരു സംഖ്യയാണ്. സഹസ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അനന്തം എന്ന അർത്ഥത്തിലാണ് പുരാണങ്ങളിൽ അധികം ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലാണ്ട് കൃത്യം 1000 എണ്ണം എന്നല്ല. ഇന്ന് നമ്മൾ 1000 എന്ന് പറഞ്ഞപ്പോൾ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ അനന്തമായ നാമങ്ങളിൽ ചിലവ തിരഞ്ഞെടുത്ത് പറയണു. ഓക്കെ. എല്ലാ സഹസ്രനാമങ്ങളും 1000 നാമം തികച്ചില്ല, അതിനും റിപ്പീറ്റേഷനും ഉണ്ടാവും. അങ്ങനെ നോക്കിയാൽ 937 നാമമൊക്കെ കാണുള്ളൂ ചിലതിലൊക്കെ, അല്ലെങ്കിൽ 950 നാമൊക്കെ കാണുള്ളൂ. അതുകൊണ്ട് 1000 ആവണമെന്ന് നിർബന്ധമില്ല. അവിടെ സഹസ്രം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു അനന്തമായ എന്ന അർത്ഥത്തിലാണ്. സഹസ്രനാമങ്ങളിൽ പോലും ഈ ഗുണങ്ങൾ, ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ, ഈ പഞ്ചഭൂതങ്ങളുടെയും സ്വഭാവങ്ങൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ദേവതയുടെ ക്വാളിറ്റീസിനെയാണ് ഈ നാമമായിട്ട് വിളിച്ചിട്ടുള്ളത്. ദേവൻ്റെയോ അല്ലെങ്കിൽ ദേവിയുടെയോ ഓരോ ഗുണങ്ങളെയാണല്ലോ നാമമായിട്ട് നമ്മൾ പറയണത്. എവിടുന്ന് വരണു ആ നാമം? ഇതെന്നാണ് വരണത്. ആ ദേവതയുടെ അതാത് നാമത്തിനനുസരിച്ചുള്ള രൂപം ഇവിടുന്ന് വരണു, അതും ഇവിടുന്നാണ് വരണത്. ഇതേ പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കണം, അതേ പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെയാണ് ഈ ദേവതയുടെ രൂപസൃഷ്ടിയെ നമ്മൾ കൽപ്പന ചെയ്തിട്ടും പൂജയിൽ കൂടി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ നാമങ്ങൾ ചൊല്ലിയിട്ട്. തന്ത്രത്തിൻ്റെ കോർ വശങ്ങളാണ് അതൊക്കെ. ശരിക്കും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വശങ്ങളാണ്. അത് ആചാര്യന്മാർക്ക് കുറച്ചുകൂടെ കേൾക്കാൻ, കൂടെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, തന്ത്രം നന്നായിട്ട് അഭ്യസിച്ചിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യമാണ്. ആചാര്യന്മാർക്ക് ഇത് കൂടുതൽ നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ചില നല്ല ഗംഭീരന്മാരായിട്ടുള്ള താന്ത്രികാചാര്യന്മാർ ഇന്നുമുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. നല്ല വിവരവും അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളവർ. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു തരാൻ സാധിക്കും എങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തിലും ദേവതയുടെ ശരീരത്തിലും പ്രപഞ്ചത്തിലും ഒരേപോലെ വർക്ക് ചെയ്യണമെന്ന്. ഈ ക്ഷേത്രപ്രതിഷ്ഠയുടെയൊക്കെ അടിസ്ഥാന ശിലകൾ കിടക്കുന്നത് ഈ പഞ്ചഭൂത സിദ്ധാന്തത്തിലാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പഞ്ചഭൂതം എന്ന് പറയുന്നത് ഈ ദിവ്യത്തെക്കുറിച്ചാണോ അതോ പെരുമാറ്റത്തെക്കുറിച്ചാണോ പറയുന്നത്? അത് ദിവ്യമായിട്ടുള്ള വെച്ചാൽ ഡിവൈൻ എന്നുള്ള അർത്ഥത്തിലോ? ഇറ്റ് ഈസ് സെയിം ടൈം അത് ഡിവൈനുമാണ്, സെയിം ടൈം അത് ബിഹേവിയറലുമാണ്, മണ്ടേനുമാണ്. കാരണം നമ്മുടെ ഒരു നോർമൽ ലൈഫിൽ പഞ്ചഭൂതത്തിൽ നിന്ന് വേറിട്ടൊരു എക്സിസ്റ്റൻസ് നമുക്കില്ലല്ലോ. ഇപ്പം ഞാൻ പറയാം, നമ്മളിപ്പോൾ ഡിവൈനായിട്ട് അതിന് വരണ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളതിന് ഈശ്വരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഒരു പൂജയിൽ. മണ്ടൈൻ ലൈഫിൽ അത് എങ്ങനെയാണ് വരണത്? നമ്മൾ നല്ല ആരോഗ്യമായിട്ട് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ ഈ 5 എലമെൻറ്റും ബാലൻസ്ഡാണ്. ദേഷ്യം വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്നി കത്തി നിൽക്കുകയാണ്. നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വായുവോ അല്ലെങ്കിൽ ജലത്തിൻ്റെയോ ഡെഫിഷ്യൻസി ഉണ്ടാവും. ശരീരം വീക്കായിട്ട് തോന്നി പൃഥ്വിയുടെ കുഴപ്പമുണ്ടാവും. മനസ്സേ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റണില്ല, ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല, കടുത്ത ദുഃഖമാണ്, എപ്പോഴും ഡാർക്ക്നെസ്സിൽ ഇരിക്കുന്ന ഫീലാണ്. ഈ ആകാശത്തിന് കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
നോർമൽ ലൈഫിലും പെരുമാറ്റത്തിലും അതുണ്ട്, ഡിവൈനായിട്ടുള്ള സമർപ്പണങ്ങളിലും അതുണ്ട്. അപ്പോൾ രണ്ടുമാണ്. ഒന്നിലിക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ ചുരുക്കാൻ പറ്റില്ല. അതിന് ഇപ്പം മനസ്സിനെ ആകാശമായിട്ടാണ് ഇന്റർലിങ്ക് ചെയ്തിരിക്കുന്നത്. ചിതാകാശം എന്നാ പറയാ. അതിന് അങ്ങനെ ഒരു പക്ഷെ അതിൻ്റെ മൂവ്മെൻറ്റുകൾ വായുവാണ് ഡിസൈഡ് ചെയ്യണത്. കാരണം ആകാശത്തിൽ വായു അല്ല പറയുന്നത്. ഓക്കെ, മനസ്സിൻ്റെ ചലനം. ഓക്കെ, അപ്പോൾ മനസ്സിൽ വേണ്ടാത്തരം ചിന്തിക്കുക, മനസ്സിൽ ഡീവിയൻ്റ് ആയിട്ടുള്ള തോട്ട്സ് വരിക, ചിലപ്പോൾ സന്തോഷം വരിക, അല്ലെങ്കിൽ ഒരു ശാന്തതയെ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ വളരെ ശാന്തമായിരിക്കുക. ഇതൊക്കെ വായുവാണ്. ആകാശം ഒരു സ്പേസ് മാത്രമാണ്. അത് എന്തിനും ഉൾക്കൊള്ളും, എല്ലാ സാധ്യതകളും ഉണ്ട് അതിന്. പക്ഷെ അതിലെ മൂവ്മെൻ്റ് ഉണ്ടാക്കുന്ന ആരാ? വായു അല്ലെന്ന് അറിഞ്ഞിട്ട്. അതുകൊണ്ട് അപ്പോൾ ഒന്നുമില്ല, അഗ്നി ഉൽപ്പാദിപ്പിക്കപ്പെടാം. ചിലപ്പോൾ അത് ഉത്സാഹമായിരിക്കും അഗ്നി, ചിലപ്പോൾ രോഷമായിരിക്കും അഗ്നി. മനസ്സിലായില്ലേ? അതിൽ നിന്നാണ് പിന്നെ തോട്ട്സിൻ്റെ ഒഴുക്ക് ജലമായി. പിന്നെ തോട്ട്സൊക്കെ സ്ട്രക്ചേർഡ് ആവണം, തോട്ട്സ് സ്റ്റെബിലിറ്റി കൈവരിക്കണം. ഇതാണ് മനസ്സിൻ്റെ തലത്തിൽ പഞ്ചഭൂതങ്ങൾ വർക്ക് ചെയ്യണത്. ആദ്യം ചിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കോർ ഫോം, അത് ആകാശം. അതിൽ വായു ചിന്തകളാകണം, ചലനങ്ങളെ ഉണ്ടാക്കണം. ചിന്തകളിൽ നിന്ന് തീവ്ര ചിന്തകൾ ഉണ്ടാവണം. ഉത്സാഹമാവാം, നെഗറ്റീവ് ആവാം, കത്തിക്കുന്നതാവാം, പലതരം. അപ്പോൾ അഗ്നി. അതിൽ നിന്ന് ഒഴുക്ക്, കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് തോട്ട്സ്, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് സംഭവിക്കണം, അല്ലേ? പിന്നെ ചിന്തകൾ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടണം. ആ ചിന്തകൾ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ട് സ്ഥിരത കൈവരിക്കണം, സ്ട്രക്ചേർഡ് ആവണം മനസ്സ്. ഇതാണ് മനസ്സിൻ്റെ പഞ്ചഭൂത ഫ്രെയിം വർക്ക്. ശരീരത്തിലാവുമ്പോൾ അസ്ഥി, രക്തം, ഹൃദയം, ശ്വാസം, മലമൂത്രാദികൾ എല്ലാം ശരീരത്തിൽ വരുന്ന സപ്തധാതുക്കൾ, മജ്ജാസ്ഥി, മാംസം, ശുക്ലം എന്ന് തുടങ്ങിയ സകല വസ്തുക്കളും ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. അതിലും ഇതേമാതിരി ശരീരത്തിൻ്റെ ആകപ്പാടെയുള്ള ഈ ഒരു കൂടി തൊലിസഞ്ചി, അതിൻ്റെ ഉള്ളിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അതാണ് ആകാശം അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് പുറത്തെ ആകാശമല്ല, ശരീരത്തിൻ്റെ അകത്തെ ആകാശം. അതിൽ പൃഥ്വിതത്വമായിട്ടുള്ള മാംസം, മറ്റ് സംഭവങ്ങൾ, മജ്ജ, അസ്ഥി, മാംസങ്ങളൊക്കെ കൊണ്ട് ഘടനയുണ്ടാക്കി അഗ്നിയാകുന്ന ജഠരാഗ്നിയും കാമാഗ്നിയും എന്താ പറയുക, മെറ്റബോളിസത്തിൻ്റെ, കാറ്റബോളിസവും ആനബോളിസത്തിൻ്റെയും അഗ്നിയെ കൊണ്ട് ഹാൻഡിൽ ചെയ്ത് അതിനെ റൺ ചെയ്തുകൊണ്ട് അതിൽ ശരീരമാകമാനം ജലമാകുന്ന രക്തത്തെ കൊണ്ടും ലിംഫിനെ കൊണ്ടും എന്താ പറയുക എല്ലാറ്റിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യും, തമ്മിൽ കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യിച്ച് സ്റ്റെബിലിറ്റിയും ബോഡിലി സ്ട്രക്ചറും കൈവരിക്കുന്നു. അപ്പോൾ ശരീരത്തിലെ പഞ്ചഭൂത ഘടനയും ഇതിനെ എടുത്തിട്ട് നമ്മളിനി കോസ്മിക്കായിട്ട് നോക്കിയാൽ അത് ആ തലത്തിലായി. ഇപ്പോൾ ഒരു വീട് പണിയാണെങ്കിലും ഉണ്ട്, അല്ലേ? കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പോൾ ഒരു ചൂടുണ്ടാവുന്നുണ്ട്, അഗ്നി ഉണ്ടാവുന്നുണ്ട്, അവിടെ ജലം വേണം, പൃഥ്വിതത്വം വേണം. വീട് പണിയാൻ ഒരു സ്പേസ് വേണ്ടേ? ഒരു കെട്ടിടം നിൽക്കണതിൻ്റെ അവിടെ പോയിട്ട് വേറൊരു കെട്ടിടം പണിയാൻ പറ്റില്ലല്ലോ. അത് പൊളിച്ച് കളഞ്ഞാൽ ആകാശത്തെ ഫ്രീ ആക്കണം, അല്ലേ? ഈ എത്ര കോൺക്രീറ്റ് കൂട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വായു മോളിക്യൂളുകളുണ്ട്. അപ്പോൾ ഏത് തലത്തിലും ഈ അഞ്ചെണ്ണത്തിൻ്റെ സ്ട്രക്ചറിങ് ഇല്ലാണ്ട് നടക്കില്ല. ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരു എലമെന്റ് അഗ്നി ഇഗ്നേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? എല്ലാത്തിനും മാറ്റം കൊണ്ടുവരുന്നത് അഗ്നിയാണല്ലേ. അഗ്നി മറ്റു ഭൂതങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. ആകാശത്തിനെ വായു, വായുവിനെ ജലവും, ജലത്തിനെ എന്താ പറയുക പൃഥ്വി. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പറയുമ്പോൾ തന്നെ നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയും. ഈ സോളിഡിന്ന് ലിക്വിഡ്, ലിക്വിഡിന്ന് ഗ്യാസും ആക്കണമെങ്കിൽ അഗ്നിയുടെ സഹായം വേണം. ഇതിന് മുഴുവൻ ഈ 3 സ്റ്റേറ്റുകൾ നിൽക്കാൻ ആകാശവും വേണം. ആകാശ സ്പേസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നിൽക്കുള്ളൂ. ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഈ സോളിഡായിട്ട് നിൽക്കുന്നത്, ലിക്വിഡായിട്ട് നിൽക്കുന്നത്, ഗേഷ്യസ് ആയിട്ട് നിൽക്കുന്നത്, അത് നിൽക്കുന്ന സ്പേസ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതിൽ സോളിഡായി നിൽക്കുന്നത്, ലിക്വിഡായി നിൽക്കുന്നത്, ഗേഷ്യസ് ആയിട്ട് നിൽക്കുന്നത് എത്ര കാലത്തേക്ക്? അവിടെയാണ് ടൈമിൻ്റെ കൺസെപ്റ്റ് വരുന്നത്, സമയം. അപ്പോൾ ഇത് 3 നിൽക്കുന്നതിനെ ഒറ്റതാക്കിയിട്ട് ടൈം എന്ന് വിളിച്ചാൽ പിന്നെ 2 ഉള്ളൂ, സ്പേസും ടൈമും മാത്രമേ. ഈ സ്പേസും ടൈമിൻ്റെയും അതീതമായിട്ടാണ് എപ്പോഴും അഗ്നിയുടെ നിൽപ്പ്. അഗ്നിക്ക് എപ്പോഴും ട്രാൻസ്ഫോർമേഷൻ്റെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് നമ്മൾ കാലദേശാവധിഭ്യാം പട്ടേരി എഴുതിയിട്ടില്ലേ, ബ്രഹ്മതത്വത്തിന് ഈ കാലദേശാവധിഭ്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? എന്നിട്ട് പറഞ്ഞിട്ട് നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം, ആയിരക്കണക്കിന് സൂര്യന്മാരുടെ പ്രഭയാണ്. എന്തുകൊണ്ട്? ആ സൂര്യന്മാരുടെ പ്രഭ അഗ്നിയാണ്.
അവിടെ അഗ്നി മാത്രമാണ് ഒരു പ്രോപ്പർട്ടി ആയിട്ട് വരുള്ളൂ. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മറ്റ് വസ്തുക്കളിലൊക്കെ ഇതെല്ലാം ചേർന്ന് നിൽക്കുകയാണെങ്കിലും നമ്മൾ ദേവതയെ പറയുമ്പോൾ അല്ലെങ്കിൽ ബ്രഹ്മത്തെ പറയുമ്പോൾ ഈശ്വരനെ പറയുമ്പോൾ അവിടെ സ്പേസും ടൈമും, അവിടെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഇതൊന്നുമില്ല. സ്പേസ് എന്നുള്ളതും വിഷയമല്ല, സമയവും ബന്ധിക്കുന്നില്ല, സ്പേസും ബന്ധിക്കുന്നില്ല. ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറിയാണ് റിലേറ്റിവിറ്റി. ഇത് രണ്ടും ബന്ധിക്കുന്നില്ല. പിന്നെ അതെങ്ങനെ നിൽക്കണു? ആകെ അഗ്നിസ്വരൂപമായിട്ട്, പ്രഭയായിട്ട്, പ്രകാശമായിട്ട് നിൽക്കുക. പ്രകാശം അഗ്നിയുടെ പ്രോപ്പർട്ടിയാണ്. അങ്ങനെയാണ് ഈശ്വര സങ്കല്പത്തിനെ കൊണ്ടുവരുന്നത്. അവിടെയും പഞ്ചഭൂതമാണ്. ഭൂത കൺസെപ്റ്റ് ഇല്ലാണ്ട് അവിടെ നമുക്കൊരിക്കലും ഒരു സാധാരണക്കാരൻ അവനവൻ്റെ മനസ്സിനെ കൊണ്ട് കുറഞ്ഞത് കാണുന്നൊരു വെളിച്ചമാണ് ദൈവം എന്നെങ്കിലും പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ അവനറിയില്ല. മനസ്സിൻ്റെ ടൂൾസ് ഈ 5 എണ്ണമാണ്. അത് വെച്ചിട്ടല്ലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. മനസ്സിൻ്റെ അപ്പുറത്തുള്ളൊരു വസ്തുവിനെ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? വാസ്തവത്തിൽ അതുകൊണ്ടാണ് ഈ പഞ്ചഭൂതങ്ങളിൽ കൂടെയുള്ള പ്രപഞ്ചത്തിൻ്റെ തിരിച്ചറിവിൻ്റെ ബിയോണ്ട് പോകുമ്പോഴേ സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. നമ്മളെ വാസ്തവത്തിൽ ഇവിടെ ഈ കുടുക്കിയിടുന്ന ഈ മായ എന്ന് പറയുന്നത് ഈ 5 ഭൂതങ്ങളെ കൊണ്ടുള്ള കളിയിലാണ്. ഇപ്പം നമ്മളൊരു വികാരം വന്നാൽ പോലും അതിനെയും പഞ്ചഭൂതങ്ങളെ പ്രണയാഗ്നി എന്നാ പറയുക. കോപാഗ്നി, പ്രണയാഗ്നി, കാമാഗ്നി, അഗ്നിയാണ്. അഗ്നിയിൽ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു അഗ്നിയുടെ കൺസെപ്റ്റ് പറഞ്ഞിരുന്നു അല്ലേ. അവിടെയൊക്കെ ഭൂതങ്ങളെ തൊടാതെ അവൻ ഏത് മതത്തിൽ ജനിച്ചവനാണെങ്കിലും, ഏത് പ്രായക്കാരനാണെങ്കിലും, ഏത് ജീവിയാണെങ്കിലും, ഏത് ചെടിയാണെങ്കിലും നിലനിൽപ്പില്ല. കാരണം അത് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ള, അവിടുന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഭൂതം. നമ്മളൊക്കെ അതുകൊണ്ട് ഭൂതങ്ങളാണ്. പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളും ഭൂതങ്ങളാണ്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻ്റ് ആയതുകൊണ്ടാണ് ഇവയ്ക്ക് ഇത്രയും പ്രാധാന്യം വരണം. ഇതിൻ്റെ ഫർദർ നമുക്ക് ഡിവൈഡ് ചെയ്ത് താഴ്ത്താൻ പറ്റില്ല.